ലോ ഓഫ് അട്രാക്ഷൻ അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. വിയ മലക്കരയുടെ ഒരു വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ അവരും ഉണ്ണി വ്ളോഗ്സും കൂടി റിയാക്ട് ചെയ്തിട്ടുള്ള ഒരു റീലിൽ അത് നമ്മുടെ നിസ്സാരം ചെയ്യുന്ന അനന്തരാമൻ്റെ റീലായിരുന്നു. ആ ഒരു ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു വീഡിയോ പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു പാട്ട് കട്ട് ചെയ്തിട്ട് ആ റീലിൻ്റെ ആയിരുന്നു റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരാൻ വേണ്ടി വിയ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. സോ അത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് ഞാനും കൂടി പറഞ്ഞേക്കാം എന്ന്. എന്തോ എനിക്കത് പറയാൻ തോന്നുന്നു, അതുകൊണ്ട് ഞാൻ പറയുന്നു. എൻ്റെ ചാനലാണ് അല്ലേ. അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് പറയുന്നത് നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ, അല്ലെ അതിനെക്കുറിച്ച് കൂടുതൽ വിചാരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എഫേർട്ട് ഇട്ടുകൊണ്ടോ ഇരിക്കുകയാണെങ്കിൽ എൻ്റെ യൂണിവേഴ്സ് നമുക്ക് വേണ്ടി അത് നമ്മുടെ കയ്യിൽ കൊണ്ടുതരും, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി അത് ചെയ്തു തരും എന്നുള്ളതാണ്. ഇത് പലരും ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഒരു നാടകം നടക്കും, വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, വെറുതെ. അങ്ങനെയാണ് മിക്കവരും പറയുന്നത്. അതിനെ സംബന്ധിച്ച് കുറേ യൂട്യൂബ് ചാനൽസോ അല്ലെങ്കിൽ കോഴ്സസോ എല്ലാം നടന്നുകൊണ്ട് അവർ ഇത് മാത്രമാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ആസ് എ കൺസെപ്റ്റ് ഇതാണ്, ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഒരു ദിവസം നടക്കും, അത് മാത്രമാണ്. സോ അത് ഭയങ്കര തെറ്റായിട്ടുള്ളൊരു ധാരണയാണെന്നാണ് അനന്തരാമൻ പറഞ്ഞത്. ഈവൻ വിയ പറയുന്നത് അത് തന്നെയാണ്, ഞാനും അത് തന്നെയാണ് പറയാൻ പോകുന്നത്. പക്ഷേ അതിലൊരു ക്യാച്ച് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ വേറെ ആക്ച്വൽ മീനിങ് ആയിട്ട്, ഇതൊരു ഫിലോസഫിക്കലായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ ശരിക്കും നമ്മൾ നോക്കേണ്ടത്. അതൊരു സയൻസായിട്ട് നോക്കേണ്ട കാര്യമില്ല. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും വർക്ക് ആവണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളത് ഒബ്വിയസ്ലി ചിന്തിക്കണം അതിനെക്കുറിച്ച്. നമ്മുടെ ഗോൾ എന്താണ്? ഇപ്പോൾ എനിക്കൊരു IAS ഓഫീസർ ആവണം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതിനെന്തൊക്കെ ചെയ്യണം എന്നുള്ളതും, അല്ലെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളതൊക്കെ ചിന്തിക്കാം, ഒബ്വിയസ്ലി ചിന്തിക്കാം. പക്ഷേ നമ്മളിങ്ങനെ വെറുതെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ എന്നെങ്കിലും ഒന്നുണ്ട് IASൻ്റെ എന്താ പറയുക, സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ആ ഒരു പദവിയോ നമ്മളിലോട്ട് എത്തുമോ? ഒരിക്കലുമില്ല. അതിന് എക്സാം എഴുതണം, പ്രിപ്പറേഷൻ ചെയ്യണം, പാസ്സാവണം, എന്നിട്ട് അത് പറ്റുള്ളൂ. ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിനോട്ട് കഠിനമായിട്ട് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇതിലോട്ട് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ IAS എന്നുള്ളൊരു സംഭവമാണെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ആളുകളുമായിട്ട് കണ്ടുമുട്ടുന്നു, അവരോട് സംസാരിക്കുന്നു. എങ്ങനെയാണ് IAS എളുപ്പമായിട്ടോ അല്ലെങ്കിൽ നന്നായിട്ടോ എഫക്റ്റീവായിട്ടോ ചെയ്യാൻ പറ്റുക, അത് എക്സാം എങ്ങനെ പാസ്സാവും, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് എങ്ങനെ നമ്മൾ അതിൽ എഫക്റ്റീവായിട്ട് വർക്കാവും, എങ്ങനെ നമ്മൾ സാമൂഹ്യ സേവനം ആ പദവി വഴി എങ്ങനെ ചെയ്യാൻ പറ്റും, എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും, ഈ സമൂഹത്തിൽ മാറ്റങ്ങൾ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട്, അത് ആളുകളുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട്, നമ്മുടെ ചുറ്റുമുള്ള ആളുകളിലോട്ടും ആ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ, എനിക്ക് IAS ആവണം, ഞാൻ അതിൽ വളരെയധികം ആഗ്രഹിക്കുന്ന, എഫേർട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന, ഞാൻ എഫേർട്ട് എടുക്കാനുള്ള ശരിയായ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് നമ്മൾ സമൂഹത്തിലോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമൂഹം എന്ന് പറയുന്നത് യൂണിവേഴ്സ് അല്ല, മീൻസ് ഇമ്മീഡിയറ്റ് ഓൾ യൂണിവേഴ്സ് അല്ല. നമ്മുടെ അടുത്ത് കാണുന്ന, മേ ബി അത് സോഷ്യൽ മീഡിയ ചാനൽസ് ആവാം, നമ്മുടെ പരിസരത്തുള്ള ആളുകളാവാം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ പറ്റുന്ന ആളുകൾ. അത് ചിലപ്പോൾ ഒഫീഷ്യൽസ് ആവാം, IAS കോച്ചിങ് നൽകുന്ന ആളുകളാവാം, IASയിലുള്ള ആളുകൾ, മീൻസ് ആ ഡിപ്പാർട്ട്മെൻറ്റ്സിലുള്ള ആളുകളാവും, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിലുള്ള ആളുകളാവും. എവിടെയൊക്കെയാണോ നമുക്ക് റൈറ്റ് ഇൻഫർമേഷൻ കിട്ടുന്ന സ്ഥലങ്ങൾ, ഇൻ്റർനെറ്റ് ആവാം, ഡയറക്റ്റ് ആളുകളാവാം, ഓഫ്ലൈൻ ആവാം, ഓൺലൈൻ ആവാം, എങ്ങനെയാണെങ്കിലും അവിടെയൊക്കെ ചെന്ന് നമ്മൾ സംസാരിക്കുക, അതിനുള്ള എഫേർട്ട് എടുക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റാണോ ശരിയാണോ എന്ന് നോക്കി അതിലൂടെ എഫേർട്ട് എടുക്കുക, കാര്യങ്ങൾ ചെയ്യുക, പഠിക്കുക, മനസ്സിലാക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോൾ എവിടെയെങ്കിലും നമുക്കൊരു ഒബ്സ്റ്റക്കിൾസ് വരികയാണെങ്കിൽ, സംവേർ നമ്മൾ ആ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഇൻഫർമേഷൻസിൻ്റെ, ആളുകളുടെ, റൈറ്റായിട്ടുള്ള ആളുകളുടെ. എവിടെ നിന്നെങ്കിലും നമുക്കപ്പോൾ ഹെൽപ്പ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. നമ്മളിങ്ങനെ അത് കമ്പാരിസൺ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ,
വെറുതെ ഇരുന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ഇതൊന്നും കിട്ടില്ല. അയാൾ വീട്ടിലിരുന്ന് ചെറുത് ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊന്നും നടക്കാനും പോകില്ല. പക്ഷേ ഒരാൾ അത്രയും എഫേർട്ട് ഇട്ട് ഇത്രയും ആളുകളോട് സംസാരിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളനുസരിച്ച് സ്വന്തമായിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്ത് അതിലെല്ലാം വർക്ക് ചെയ്തിട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി IAS എന്താണെന്നും അത് ഈവൻ ജയിച്ച് പാസ്സായി കഴിഞ്ഞിട്ട് ആ ഉദ്യോഗ പദവിയിലിരിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നും അത് എല്ലാ കാര്യങ്ങളും അറിഞ്ഞറിഞ്ഞ് പോകുന്ന സ്റ്റെപ്പായിട്ട് കൂടുതൽ ഇൻഫോർമേറ്റീവായിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ ഒബ്വിയസ്ലി അയാൾക്ക് ഹെൽപ്പ് കിട്ടാൻ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് വരികയാണെങ്കിൽ ചിലപ്പോൾ പൈസയുടെ ആവാം, അല്ലെങ്കിൽ ഇൻഫോർമേഷൻസിൻ്റെ ആവാം, അല്ലെങ്കിൽ IAS ഓരോ സ്റ്റെപ്സിലും ഓരോ ഫോർമാലിറ്റിയിലും എവിടെയെങ്കിലും ഒരു ഒബ്സ്റ്റക്കിൾസ് വരുന്നതാവും. അതിനൊക്കെ ഹെൽപ്പ് കിട്ടാനുള്ള ഇൻഫർമേഷൻസ് കിട്ടാനുള്ള ആളുകളും അതിനുള്ള ഹെൽപ്പ് ലൈൻസും എല്ലാം അയാൾക്ക് ഓപ്പൺ ആയിരിക്കും. കാരണം അയാൾക്ക് അറിയാമായിരിക്കും ഇതിനെക്കുറിച്ചൊക്കെ. അല്ലെങ്കിൽ അത് കിട്ടാനുള്ള വഴി അയാൾക്ക് അറിയാമായിരിക്കും. ആ സമയത്ത് ഒബ്സ്റ്റക്കിൾസ് വരുന്ന നേരത്ത് ഇവരിൽ ആരോടെങ്കിലൊക്കെ ചോദിച്ചാൽ അയാൾക്ക് അത് ഓക്കെ ഇതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാനുള്ള, അല്ലെങ്കിൽ ഇയാളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി, ഈ നമ്പറിൽ വിളിച്ചാൽ മതി, ഈ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്, ഇതാണ് ഫോർമാറ്റ്, ഈ ചെയ്താണ് തെറ്റ്, ഇതൊന്ന് ശരിയാക്കിയാൽ മതി എന്നൊക്കെ പറയാനുള്ള ഇൻഫർമേഷൻസ് കിട്ടാനുള്ള ഒരു വഴി നമുക്ക് തെളിഞ്ഞു വരും. അത് ഭാഗ്യമല്ല, ദൈവം ചെയ്യുന്നതല്ല, യൂണിവേഴ്സ് ചെയ്യുന്നതല്ല, നാം തന്നെ എഫർട്ട് എടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള നെറ്റ്വർക്കിൽ നിന്ന് കിട്ടുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ IAS എന്ന് പറയുന്ന സാധനത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള നെറ്റ്വർക്കാണത്. അങ്ങനെ ആയിട്ടുള്ള റൈറ്റായിട്ടുള്ള ആളുകൾ റൈറ്റ് ഇൻഫർമേഷൻസ് തന്നുകൊണ്ട് റൈറ്റായിട്ട് ഉള്ള ആളുകളുടെ ഒരു നെറ്റ്വർക്ക്, റൈറ്റായിട്ടുള്ള ഇൻഫർമേഷൻസിൻ്റെ നെറ്റ്വർക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടാകുമ്പോഴുള്ള ഒരു പവറാണത്. അതാണ് ശരിക്കും പറഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ. നമ്മൾ ആ ഒരു IAS എന്ന് പറയുന്ന സംഭവത്തിൽ അട്രാക്റ്റഡ് ആയിട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഗോളിൽ നമ്മൾ ഫോക്കസ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന, നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന കുറേ ഇൻഫർമേഷൻ സിസ്റ്റമാണത്. അത് ആളുകളാവാം, നെറ്റ്വർക്ക് ആവാം, ഓൺലൈൻ നെറ്റ്വർക്ക്സ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. എവിടെ നിന്നൊക്കെ നമുക്കത് കിട്ടാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തിനും എത്രത്തോളം നമ്മൾ എഫർട്ട് എടുക്കുന്നു അത്രത്തോളം അത് വലുതാവുകയും അത്രത്തോളം നമ്മളുടെ പ്രശ്നങ്ങൾ പെട്ടെന്ന് തീരാനുള്ള ചാൻസസ് ഉണ്ടാവും. സോ അതാണ് ശരിക്കും ലോ ഓഫ് അട്രാക്ഷൻ, അല്ലാതെ വേറെ ഒന്നുമല്ല. ബാക്കിയുള്ള ഈ ഓൺലൈനായാലും യൂട്യൂബിലായാലും മറ്റ് ഇൻസ്റ്റാഗ്രാമിലായാലും എല്ലായിടത്തും ഈ പേജുകളൊക്കെ തുറന്നുകൊണ്ട് നിങ്ങളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് അവരൊരു കോഴ്സ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും കൈവിടരുത്, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കണം, 24 മണിക്കൂർ ചിന്തിച്ചുകൊണ്ടിരിക്കണം. അവർ പറയുന്നില്ല അതിനുവേണ്ടി വർക്ക് ചെയ്യണമെന്ന്. അവിടെയാണ് മിക്കവർക്കും അതൊരു സ്കാമായി മാറുന്നത്. കാരണം ഇവർ എഫേർട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. നമുക്കൊരു കാര്യം അത്ര ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആൻഡ് അത് ശരിക്കും പ്രവൃത്തിയിലിടാനുള്ള നമുക്ക് കാലിബറും വിൽ പവറും ഉണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഈവൻ സില്ലിയസ്റ്റ് ഗോളാണെങ്കിൽ പോലും, സില്ലിയസ്റ്റ് ഡ്രീം ആണെങ്കിൽ പോലും അതിനത്ര എഫേർട്ട് ഇടേണ്ട ആവശ്യമുണ്ട്. സോ അതിലോട്ട് കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യാതെ വെറുതെ ചിന്തിച്ചിരുന്നാൽ ഇത് നടക്കില്ല. സോ ആ ഒരു എഫേർട്ട് എടുക്കുക എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. അതിന് നല്ലൊരു വിൽ പവർ വേണം. ആ വർക്ക് ചെയ്യുക, കൂടുതലായിട്ട് ആളുകളായിട്ട് സംസാരിക്കുക, ഇടപഴകുക, പബ്ലിക്കലി പോവുക, അല്ലെങ്കിൽ എല്ലാവരോടും ചെന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക്കാണ്. കാരണം നമുക്കറിയില്ല അവരൊക്കെ എങ്ങനെയാണ്, എന്തൊക്കെയാണ് അവർ സംസാരിക്കാൻ പോകുന്നതെന്ന്. സോ അതിനൊക്കെ മറികടക്കണമെങ്കിൽ നമ്മുടെ ആ ഒരു വിഷ്, നമ്മുടെ ഒരു ഗോൾ, നമ്മുടെ ഒരു ഡ്രീം അത്രയും വലുതായിരിക്കണം. നമുക്ക് അതായിരിക്കണം ഏറ്റവും വലുത്. സോ അങ്ങനെയുള്ളൊരു എന്താ പറയുക അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു വിൽ പവർ എല്ലാവർക്കും കിട്ടണമെന്നില്ല. സോ അതുകൊണ്ട് തന്നെ പലരുടെയും ആ ഒരു ഡ്രീമൊക്കെ ചിലപ്പോൾ പാതി വഴിയിൽ നിന്ന് പോകാറുണ്ട്. നമ്മുടെ ഈ ഓൺലൈനിലുള്ള ഈ ലോ ഓഫ് അട്രാക്ഷൻ സ്കാമുകളൊക്കെ നടത്തുന്നവരൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ
സിമ്പിളായിട്ടുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യം നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതാണ്. അതിലോട്ട് വഴിതിരിക്കുന്ന രീതിയിൽ ഇവർ ഓരോ സംഭവങ്ങൾ നടത്തും. എന്നിട്ട് എപ്പോഴെങ്കിലും നിങ്ങളത് ഇതൊന്നും നടക്കുന്നില്ലല്ലോ മതിയായി എന്ന് പറയുകയാണെങ്കിൽ അവരുടെ ഉത്തരം എന്തായിരിക്കും എന്ന് വെച്ചാൽ, നിങ്ങളത് വിട്ട് കളഞ്ഞു, ഗീവ് അപ്പ് ചെയ്തു, ഇനി നടക്കില്ല, ഇനി നടക്കണമെങ്കിൽ ഒന്നുകൂടി ചെയ്യുക, അത്രേ പറയുള്ളൂ. ഐ മീൻ അതാണ് അവരുടെ ഏറ്റവും ഭയങ്കര സേഫസ്റ്റ് വേ ആണത്. വർക്ക് ചെയ്യണമെന്നും എഫേർട്ട് എടുക്കണമെന്നും അവർ പറഞ്ഞു തരില്ല. അവർ ജസ്റ്റ് പറയുക, ചിന്തിച്ചുകൊണ്ടിരിക്കുക. സോ ആൻഡ് ഒരു സാധാരണക്കാരന് അതാണ് മനസ്സിലാവുക. അവരിതിനെക്കുറിച്ച് ചിന്തിക്കില്ല. അതാണ് അവരുടെ ഒരു എന്താ പറയുക കച്ചിത്തുരുമ്പ് എന്ന് പറയുന്നത്. അതാണ് അവർക്ക് കൂടുതൽ പൈസ കിട്ടാനും കൂടുതൽ ആളുകളിലോട്ട് ഇത് എത്തിക്കാനും അവിടെ നിന്ന് ഒരു കോഴ്സ് എന്ന രീതിയിൽ പൈസ മേടിക്കാനും ഉള്ള ചാൻസാണത്. സോ അതിലൊന്നും പോയി വീഴാതിരിക്കുക.